സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ വിന്നറിന് ലഭിക്കാൻ പോകുന്നത് ഫ്ലെയർ ലൈൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്ന 50 lakh വർത്ത് ഫ്ലാറ്റ്. ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീഷനിൽ ആദ്യമായി പാടാൻ വരുന്നു ബാബുരാജ് ഹെച്ച് റൗണ്ടിൽ കീർത്തന. ബാബുരാജ് ഹിറ്റ്സിൽ പാടാൻ പോകുന്ന പാട്ട് വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു. ഹായ് കീർത്തന. ഹായ്. ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ആസ് യൂഷ്വൽ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ സ്കൂളിലത്തെ സിസ്റ്റർ റോസ്ലെറ്റ്, എൻ്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആണ്. അങ്ങനെയൊക്കെ പോന്നു അല്ലേ? എനിവേസ് നന്നായി പാടാ കീർത്തന. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി വസന്തമോ വന്നു കഴിഞ്ഞു, പഞ്ചമിയും വന്നടഞ്ഞു. വന്നില്ലെൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ മാത്രം. വാസന്ത പഞ്ചമി
താങ്ക് യു. കീർത്തന, സോ സ്വീറ്റ് ആസ് യൂഷ്വൽ. എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സുജാതാൻറ്റി, നല്ലതായിരുന്നു മോളെ. താങ്ക് യു മാം. അതൊന്ന് പഠിക്ക, അറിഞ്ഞതില്ല മാത്രം. ഇല്ല, അതല്ല ആന്റി, അതല്ല വണ്ണ്. അത് മാത്രം കറക്റ്റ് ചെയ്യണം. ബാക്കിയൊക്കെ മോള് ക്ലീൻ ആയിരുന്നു. താങ്ക് യു മാം. എക്സലന്റ് ഭാവമായിരുന്നു കേട്ടാ. നല്ലോണം പാടി. താങ്ക് യു മാം. താങ്ക് യു സുജാതാൻറ്റി. വേണു അങ്കിൾ? അസതായിരുന്നു. താങ്ക് യു സർ. ഈ ആരും അറിഞ്ഞതില്ല, ആരും വന്നതില്ല, ആരും അറിഞ്ഞതില്ല, അവിടെ മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ചേഞ്ച്. അത് ആ ഒരു ചേഞ്ച് ഞങ്ങൾ പക്ഷെ അറിഞ്ഞോട്ടോ. ഈ ചെറിയ ചില സംഗതികളൊക്കെയാണ് നമ്മളെ ഒരു പാട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിപ്പോ വലിയ സംഗതികളൊന്നും ഉണ്ടാക്കി ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സംഗീതമുണ്ട്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിഞ്ഞോട്ടോ. ഒന്ന് ഭയങ്കര ആർഭാട സംഗീതമുണ്ട്, പിന്നെ ഒന്ന് ആത്മീയ സംഗീതം എന്ന് പറയും. വളരെ നമ്മുടെ ആത്മാവിൽ നിന്ന് മാത്രം പുറത്തു വരുന്നത്, വേറെ ആൾക്കാർ ആത്മാവിലേക്ക് അതങ്ങ് പ്രവേശിക്കും. അത്തരത്തിലൊരു പാട്ടാണത്. ഉള്ളിലുള്ള ആ ഒരു വികാരം ഉണ്ടല്ലോ, അതിനകത്തൊരു സോൾ എന്ന് പറഞ്ഞ സാധനമുണ്ട് പാട്ടിനകത്ത്. അതുണ്ട് മോളുടെ ഉള്ളിലുണ്ട്. ഞാനൊരു ടങ് ട്വിസ്റ്റർ ഒരെണ്ണം പറഞ്ഞു നമ്മൾ പറയോ? കലയൊരു വരമാണ്, കലയൊരു വരമാണ്, കളയരുതൊരു നാളും, കളയരുതൊരു നാളും, കഴിവത് വളരേണം, കഴിവത് വളരേണം, കഴിവത് വളരേണം, വളരരുത് അതിമോഹം, വളരരുത് അതിമോഹം. മനസ്സിലായി? എന്താന്ന് മനസ്സിലായി മോൾക്കത്? കലയൊരു വരമാണ്, ഒരിക്കലും കളയരുത് ഒരു നാളും. കഴിവത് വളരേണം, എത്ര കഴിയുന്നുണ്ടോ അത്രത്തോളം മാക്സിമം വളർത്തുക. പക്ഷെ അതിനൊപ്പം ഒരു കാര്യം വളരരുത്. എന്താണത്? അതിമോഹം വളരരുത്. കലയെ സ്നേഹിക്കുക. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു വേണു അങ്കിൾ. ഗോപി അങ്കിൾ? ആദ്യം മോള് പാടിയ പാട്ട് മനസ്സിൽ ഒരു മഞ്ഞ തുള്ളി വന്ന് വീഴുന്ന പോലെയുള്ള അനുഭൂതി ഉണ്ടാക്കി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. കാത്തിരിപ്പിന്റെ പാട്ടാണ് അല്ലെ? കിനാവ് കണ്ട് കാത്തിരിക്കുന്നതാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ 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 സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ആ കാത്തിരിപ്പിന്റെ പാട്ടിനകത്തൊരു ദുഃഖമുണ്ട്. ആരും വന്നതില്ല അല്ലെ? അപ്പൊ അതെല്ലാം, ആ ഭാവം മുഴുവൻ മോളുടെ ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അതെങ്ങനെയാ ഭാവം വന്നത്? അതങ്ങ് വന്നു അല്ലേ? അതാണ് വേണുവേട്ടൻ പറഞ്ഞത്, കലയൊരു വരമാണ്. ആ കല മോളുടെ ഉള്ളിലുണ്ട്. ഇനി അങ്കിള് ഈ പറഞ്ഞതും എല്ലാം കൂടി ചേർത്തുകൊണ്ടൊരു സംഗതി പറയാം. ഒരു ഡ്യൂ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു മഞ്ഞുതുള്ളി. ഒരു മഞ്ഞുതുള്ളി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പുറപ്പെട്ടിട്ടാണ് പിന്നെ അത് കടലായിട്ട് മാറുന്നത്. ആ മഞ്ഞുതുള്ളി ഇങ്ങനെ അരുവിയായി വരും, പുഴയായിട്ട് മാറും, പിന്നെ കടലായിട്ട് മാറും അല്ലെ? അപ്പൊ മഞ്ഞുതുള്ളി ആണ് മോള്. മനസ്സിലായോ? ഒരു കുഞ്ഞു കുട്ടി എന്ന് പറയുമ്പോൾ മഞ്ഞുതുള്ളിയാണ്. മഞ്ഞുതുള്ളി എന്ന് പറയുമ്പോൾ നിഷ്കളങ്കമാണത്, ഒന്നുമില്ല, ഒരു പവിത്രതയില്ല, പ്യോറാണത് അല്ലെ? ആ മഞ്ഞുതുള്ളി അവിടെ നിന്ന് ഇങ്ങനെ പോരുന്ന സമയത്ത് പൂക്കളെ കാണും, പുൽക്കൊടികളെ കാണും, മരങ്ങളെ കാണും. അപ്പോ ആ നിറങ്ങളിലേക്കൊക്കെ മഞ്ഞുതുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറയും, അയ്യോ നിന്റെ നിറം എനിക്ക് തരുമോ, അയ്യോ പുല്ലേ നിന്റെ നിറം എനിക്ക് തരുമോ. അങ്ങനെ പോരുകയാണ്. അങ്ങനെ പോന്ന് കുറെ കഴിയുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ അരുവിയായിട്ട് മാറും, കുറെ കൂടി വലുതാവും. അപ്പോഴേക്ക് ചെടിയൊക്കെ കാണും അവിടെ. അപ്പൊ ആ ചെടിയിലൊക്കെ ഒന്ന് കുത്തി മറയും. അപ്പോഴത്തേക്ക് നിറം കുറച്ചിങ്ങനെ മാറാൻ തുടങ്ങും. അങ്ങനെ പോയി പുഴയിലെത്തുമ്പോഴത്തേക്ക് കലങ്ങി മറിഞ്ഞ വെള്ളമാവും. അങ്ങനെ ഒരു മഞ്ഞുതുള്ളി അങ്ങനെ പോന്നു. പുഴയിൽ വന്ന് നോക്കിയ സമയത്ത് മേളില് ഒരു മരത്തിന്റെ മുകളില് മഴ പെയ്ത് തോർന്നൊരു സമയത്ത് ഒരു തിളക്കം കണ്ടു, നല്ലൊരു ഡയമണ്ട് പോലെ തിളക്കം. അപ്പൊ ഈ തുള്ളി അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ എന്തൊരു തിളക്കം നിനക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡയമണ്ട് പോലെയുള്ള തുള്ളി, അത് പ്യുവർ ഒരു മഴത്തുള്ളിയാണ്. അത് പറയാണ്, നീയും പണ്ട് ഇതുപോലെ ആയിരുന്നു പർവ്വതത്തിന് മുകളിൽ നിന്ന് പോരുന്ന സമയത്ത്. പക്ഷെ നീ എന്ത് ചെയ്തു? പൂക്കളോട് ചോദിച്ചു നല്ലത്, പുൽക്കൊടികളോട് ചോദിച്ചു നല്ലത്. പക്ഷെ നീ എന്തിനാ ചെളിയിൽ കുത്തി മറിഞ്ഞേ? ചെളിയിൽ കുത്തി മറിഞ്ഞപ്പോ നിറം മാറി അല്ലെ? ഇനി നിനക്ക് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. പക്ഷെ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ വളർന്നു വലുതായി. ഇപ്പൊ ഞങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ പറഞ്ഞ കള്ളത്തരങ്ങള് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യം, ഇതൊന്നും ഞങ്ങൾക്ക് തിരുത്താൻ ഇനി പറ്റില്ല. പക്ഷെ നിങ്ങൾ കുട്ടികൾക്ക് ഈ മഞ്ഞുതുള്ളിയായിട്ട് അങ്ങനെ ജീവിച്ചു പോകണം, അങ്ങനെ ജീവിച്ചു പോകണം കേട്ടോ. അപ്പൊ എന്നൊരു മഞ്ഞുതുള്ളിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് അങ്ങനെ പോട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഗോപി അങ്കിൾ. കീർത്തന, മാർക്സ് ചോദിക്കാം. സുജാതാൻറ്റി out of 45 38.
38 out of 45. Venu uncle. 39. 39 out of 45. And finally, Gopi uncle. 8. 8 out of 10. So Kirtana, total is 85 out of 100. അടുത്തായി പാടാൻ വരുന്നു മോഹൻലാൽ ഹെഡ്സ് റൗണ്ടിൽ വിഷ്ണു എസ് ജനാർദ്ദനൻ. സ്വർഗപുത്രി നവരാത്രി